കഴിഞ്ഞ 3 വർഷത്തിലേറെയായി എൻ്റെ മനസ്സിലുണ്ടായിരുന്നൊരു യാത്രയാണ് രാമേശ്വരം ധനുഷ്കോടി ട്രിപ്പ്. പല കാരണങ്ങളാൽ അത് നടക്കാതെ പോയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വളരെ യാദൃശ്ചികമായി രാമേശ്വരം പോകാൻ വരുന്നോ എന്നൊരു ചോദ്യം. ഞാൻ മാത്രമല്ല, ഇവർ 3 പേരും ഈ ട്രിപ്പ് ആഗ്രഹിച്ചിട്ട് നടക്കാതെ പോയവരുമാണ്. 2 ദിവസം കയ്യിലുണ്ട്. ട്രിവാൻഡ്രത്ത് നിന്ന് രാമേശ്വരം. ആദ്യത്തെ ദിവസം രാമേശ്വരവും രണ്ടാമത്തെ ദിവസം ധനുഷ്കോടി. ശനിയാഴ്ച രാവിലെ ഇറങ്ങി ഞായറാഴ്ച രാത്രി തിരിച്ചു വരാം. ഇതായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. ആദ്യത്തെ ഡെസ്റ്റിനേഷൻ പാമ്പൻ പാലമായിരുന്നു. അവിടുന്ന് ഈ കടൽ കാണാൻ ഒരു പ്രത്യേക ഭംഗി. എടുത്തു പറയേണ്ടത് ദേ ഈ കടലിൻ്റെ കളറും പിന്നെ ഈ ട്രെയിൻ പോകുന്ന വ്യൂവും കിട്ടി. ഇന്ത്യയിലെ പ്രധാന ഭൂപ്രദേശമായ മണ്ഡപം പട്ടണത്തെ പാമ്പൻ ദ്വീപിലെ രാമേശ്വരവുമായി കണക്ട് ചെയ്തിരിക്കുന്നത് ഈ പാമ്പൻ പാലമാണ്. 1914 പഴയ പാമ്പൻ പാലത്തിൻ്റെ സിമിലറായിട്ട് തന്നെയാണ് പുതിയ പാലം നിർമ്മിച്ചിരിക്കുന്നത്. 2.07 കിലോമീറ്റർ നീളമുള്ള ഇത് ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽപ്പാലവും കൂടിയാണ്. അവിടുത്തെ വ്യൂ ഒക്കെ ആസ്വദിച്ച് നേരെ ഞങ്ങൾ എത്തിയത് രാമേശ്വരത്താണ്. ഇനി പോകുന്നത് APJ അബ്ദുൽ കലാം മെമ്മോറിയലിലേക്കും അത് കഴിഞ്ഞ് ഹൗസ് ഓഫ് കലാമിലേക്കുമാണ്. രണ്ടിടത്തും ഫ്രീ എൻട്രിയാണ്, പക്ഷെ ഫോൺ അലൗഡല്ല. ഹൗസ് ഓഫ് കലാമിൽ കയറുമ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി കയ്യിൽ വെച്ചിരുന്നാലും മതി. അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കഴിഞ്ഞ് റൂം നോക്കി ഇറങ്ങി. രാമേശ്വരം ക്ഷേത്രത്തിൻ്റെ അടുത്ത് തന്നെ ഒരു റൂം കിട്ടി. ഇവിടെ വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആദ്യം തന്നെ അക്കോമഡേഷൻ സെറ്റാക്കണം, ഇല്ലെങ്കിൽ പിന്നെ റൂം കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാകും. പിന്നീട് നേരെ പോയത് ശിവക്ഷേത്രമായ രാമനാഥസ്വാമി ക്ഷേത്രത്തിലേക്കാണ്. ശ്രീരാമൻ ഇവിടെ വെച്ച് രാമരാവണ യുദ്ധത്തിൽ താൻ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി ശിവനോട് പ്രാർത്ഥിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്നു. അതിനാൽ രാമേശ്വരം എന്ന പേര് വന്നു. ഈ ക്ഷേത്രം ഇന്ത്യയിലെ 4 മഹത്തായ ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ ഒന്നായി കണക്കാക്കുന്നു. പിന്നീട് ഞങ്ങൾ ക്ഷേത്രത്തിൻ്റെ കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന അഗ്നിതീർത്ഥം എന്ന കടൽ തീരത്ത് പോയി. രാമേശ്വരത്തെ പ്രധാന തീർത്ഥങ്ങളിലൊന്നായും ഇവിടെ കുളിക്കുന്നത് പുണ്യകർമ്മമായും കണക്കാക്കുന്നു. ഈ കടൽ തീരത്ത് കുളിക്കുന്നത് തപസ്സിന് തുല്യമാണെന്നും വിശ്വസിക്കപ്പെടുന്നുണ്ട്. ആ റോഡ് വഴി പിന്നെയും ഞങ്ങൾ കുറേ നടന്നു. വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ തിരക്ക് കൂടി വരുന്നുണ്ടായിരുന്നു.